ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതിക്കായി വല വിരിച്ച് പോലീസ്. പ്രതി എറണാകുളം ജില്ലയിലേക്ക് കടന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിൽ പോലീസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സൂരജ് സജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂരജ്, ഈ എറണാകുളം ജില്ലയിലേക്ക് പ്രതി കടന്നതായി പോലീസിന് ഇപ്പോൾ വ്യക്തമായ സൂചനയാണോ കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സൂരജ്? ഈ ബാങ്ക് റോബറി നടക്കുന്ന സമയത്ത് ഈ മോഷ്ടാവ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിൽ അതേ വസ്ത്രം ധരിച്ച ഒരാൾ അങ്കമാലിയിലൂടെ ഈ കാലടി പെരുമ്പാവൂർ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതിക്ക് സമാനമായ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രതി ആയിരിക്കാം ഈ MC റോഡ് വഴി യാത്ര ചെയ്യുന്നതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൂവാറ്റുപുഴയിലടക്കമുള്ള CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഈ മോഷ്ടാവ് ഇവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുന്ന ഒരു രാത്രിയാണ്. പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ കോമ്പിംഗ് ഉൾപ്പെടെ നടക്കുന്ന ഒരു പ്രത്യേക ദിവസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ വാഹന പരിശോധനയിൽ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് ബാങ്കുമായുള്ള ബന്ധം മുൻകൂട്ടി പരിചയമുള്ള ഒരാളാണ് ഇത്, അല്ലെങ്കിൽ ബാങ്കിനെ കുറിച്ച് വിശദമായ വിവരമുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് ഇന്നത്തെ രാത്രി തന്നെ എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണം വ്യാപകമായ രീതിയിൽ നടക്കുകയാണ്. ഉന്മേഷ്, സൂരജ്, കൃത്യമായൊരു ആസൂത്രണമുണ്ട് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉന്മേഷ്, തീർച്ചയായും കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇവർ ഉച്ചഭക്ഷണത്തിന് പോയ സമയത്താണ് ഈ മോഷണം നടക്കുന്നത്. 2 മുതൽ 2:30 വരെയായിരുന്നു ഉച്ചഭക്ഷണത്തിനുള്ള സമയം. ഈ സമയത്ത് ഈ ബാങ്കിൽ ആരും ഉണ്ടാകില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരും തന്നെ ഉണ്ടാകില്ല എന്ന് പ്രതി മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ എത്തിയതിനു ശേഷം ഇവരെ ശുചിമുറിയിലടക്കം പൂട്ടിയിടുന്ന സമയത്ത് ഈ ശുചിമുറിയിൽ പൂട്ടിയിട്ട് ഒരു കസേര എടുത്തു വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ 47 ലക്ഷം രൂപ ആ സമയത്ത് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രതി കൊണ്ടുപോയത്. അപ്പോൾ പ്രതിയുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള പണം അത് അവിടെ നിന്ന് മോഷ്ടിച്ചു എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഈ ബാങ്ക് റോബറി, അല്ലെങ്കിൽ ബാങ്കിൽ ഒരു വലിയ കൊള്ള നടത്തുക എന്നതിന്റെ പേരിൽ വരുന്ന ഒരു നേരത്തെ പരിചയമുള്ള, അല്ലെങ്കിൽ നേരത്തെ മോഷണം നടത്തി പരിചയമുള്ള ഒരു മോഷ്ടാവാണെങ്കിൽ സ്വാഭാവികമായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പണവും തട്ടിച്ചുകൊണ്ടു പോകുന്ന ഒരു രീതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ 15 ലക്ഷം രൂപ മാത്രം തട്ടിച്ചുകൊണ്ടു പോയതിലാണ് ഇപ്പോൾ പോലീസ് ഇയാൾക്ക് നേരത്തെ അവിടെ വന്ന് പരിചയമുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ 3 മിനിറ്റ് മാത്രമാണ് ഈ മോഷണത്തിന്റെ ദൈർഘ്യം നീണ്ടു നിന്നത്. വ്യക്തമായി ആസൂത്രണം ചെയ്ത മോഷണം. നേരത്തെ ബാങ്കിലടക്കം ഈ പ്രതി എത്തിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഴയ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി ഈ ബാങ്കിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും കാര്യമായ ഒരു തെളിവ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഈ പ്രതിയെ തിരിച്ചറിയുന്ന ഒരു തെളിവും ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഈ സൂചനകളിൽ നിന്ന് പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് ഈ ബാങ്ക് കവർച്ച നടത്തിയ മോഷ്ടാവിനെ കണ്ടെത്താൻ.